ഹലോ ടൈം ടു ഇതിലേക്ക് എല്ലാവർക്കും വീണ്ടും വെൽക്കം. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു പുഡിങ്ങാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് പുഡിംഗ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. കാരമൽ പുഡിംഗ്, ബൂസ്റ്റ് പുഡിംഗ്, കോഫി പുഡിംഗ്. ബട്ട് വാട്ട് ഇഫ് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ഇറ്റ് ഇസ് സോ ഗുഡ് ആൻഡ് ഇറ്റ് ഇസ് സൂപ്പർ ഡ്യൂപ്പർ ഡെലീഷ്യസ് ആൻഡ് ട്രസ്റ്റ് മീ യു വിൽ ഡെഫിനറ്റ്ലി ഗോണ ലവ് ദിസ്. സോ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു ഹാഫ് കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗറാണ്, പെട്ടെന്ന് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ച് നല്ല ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ പുഡിങ്ങിന്. സോ അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് അതൊരു കളർ ഇങ്ങനെ മാറി 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 വരും. നമുക്ക് വൈറ്റിൽ നിന്ന് അത് യെല്ലോ ആവും, യെല്ലോ മാറി അതൊരു ഗോൾഡൻ ആവും, ഗോൾഡൻ കളർ മാറി ലൈക്ക് അതൊരു ബ്രൗൺ കളറാവും. സോ അത് നല്ലോണം മെൽറ്റായി നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്നിങ്ങനെ ഷുഗറൊന്നും അതിൽ കാണാണ്ട് നല്ലോണം ഡിസോൾവ് ആയിട്ട് നല്ലപോലെ മെൽറ്റായിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഒരു കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ബാക്കിലേക്ക് മാറി നിന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധനം പൊട്ടിത്തെറിക്കുക എന്തെങ്കിലും ഉണ്ടാവും. അതോടെ ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെക്കുക. അല്ലാണ്ട് നമ്മൾ ഫ്ലെയിം എങ്ങാനും കൂട്ടിയോ കുറയ്ക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിൽ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുഖത്തേക്ക് എങ്ങാനും തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മിൽക്ക് ഒഴിക്കാൻ നിൽക്കുക. അന്ന് കുറച്ച് നേരം അത് നല്ലോണം കുത്തിയിട്ട് ഇളക്കുക. കാരണം ഷുഗറാണ്, അപ്പോൾ അത് അതിൽ കാരമലൈസായ ഷുഗർ മിൽക്കിൻ്റെ കൂടെ മിക്സ് ആവാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ അത് നമ്മൾ നല്ലോണം സ്മൂത്തായിട്ട് നമ്മളത് ഇളക്കുക. നല്ലോണം ഇളക്കി നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കപ്പ് മിൽക്കും കൂടി അതിനോട്ട് ആഡ് ചെയ്യാം. ഒരു കപ്പും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലിപ്പോൾ നമുക്ക് വീണ്ടും കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഡിസോൾവ് ആയ കാരമലാണ് നമ്മൾ ആ പുതിയ മിൽക്കിൻ്റെ കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു പാക്കറ്റ് ബൂസ്റ്റ്, പിന്നെ ഒരു പാക്കറ്റ് ഏറ്റവും ചെറിയ പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ ബ്രൂൻ്റെ. നിങ്ങൾക്ക് അധികം കോഫിയുടെ ടേസ്റ്റ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പാക്കറ്റ്സ് ഇടാം. ഞാനിവിടെ ഒരു പാക്കറ്റ് കോഫിയുടെ ഇട്ടാണ്. പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് മിൽക്ക് പൗഡർ ഒരു പാക്കറ്റ് ഇടാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ആ ഒരു കട്ടയൊക്കെ ചിലപ്പോൾ ബൂസ്റ്റ് അല്ലെങ്കിൽ കോഫി ഇടുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ടയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലോണം അത് ഡിസോൾവ് ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ഇടുമ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച്, ചിലവർക്ക് ഇഷ്ടമാവും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് പുഡിങ്ങിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞ സാധനം ഒന്നെങ്കിൽ കോൺഫ്ലോർ, അത് പുഡിങ് പോലെ ആവാൻ, അല്ലെന്നുണ്ടെങ്കിൽ ജലാറ്റിൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്തത് ചൈന ഗ്രാസാണ്. ജലാറ്റിൻ ആഡ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ജലാറ്റിൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം ജലാറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള ടേസ്റ്റ്. എനിക്കത് ഇഷ്ടമല്ല ജലാറ്റിൻ്റെ ടേസ്റ്റ് വരണത്. സോ ചൈന ഗ്രാസ് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ടേസ്റ്റ് ഒന്നുമില്ല, ആ സാധനത്തിന് ടേസ്റ്റ് ഇല്ല. പക്ഷേ ജലാറ്റിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് വേറെ. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ആ മിക്സ് ആയത് നമ്മുടെ ഈ പുഡിങ് ഉണ്ടാക്കിയ നമ്മുടെ പ്ലേറ്റിൽ ആ പാനിലേക്ക് അത് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഭയങ്കര പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പുഡിങ് ആയി മാറും. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങളെന്ത് ബൗൾ, നിങ്ങൾക്ക് ഏതിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേതിലേക്ക് വേണമെങ്കിലും ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഡസ്റ്റ് ചെയ്തിടാൻ മുകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ കോഫി, അത് ഇറ്റ്സ് അപ് ടു യു ഗൈസ്. പിന്നെ ഇത് സെറ്റാവാൻ വേണ്ടി നമുക്കൊരു 2 to 3 hours ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 hours നമ്മൾ പുറത്ത് വെച്ചാലും മതി. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ്, ഇറ്റ്സ് സോ ഗുഡ്.